നമസ്കാരം. രാഹുൽ ഗാന്ധി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാകണമെന്ന പ്രമേയം പ്രവർത്തക സമിതി യോഗത്തിൽ പാസാക്കിയത് ഐക്യകണ്ഠേന. ദിഗ്വിജയ് സിംഗ് അവതരിപ്പിച്ച പ്രമേയത്തെ എല്ലാ നേതാക്കളും പിന്താങ്ങി. പ്രമേയത്തെ രാഹുൽ എതിർത്തില്ല. പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കണമെന്ന് രാഹുലിനോട് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ഐക്യകണ്ഠേന പ്രമേയം പാസാക്കിയതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും അറിയിച്ചു. ഇന്ന് വൈകിട്ട് 5-ന് ചേരുന്ന യോഗത്തിൽ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി നേതാവിനെ തീരുമാനിക്കും. ശേഷം ഈ നേതാവായിരിക്കും ലോക്സഭയിലെയും രാജ്യസഭയിലെയും നേതാക്കളെ തിരഞ്ഞെടുക്കുക. നിലവിൽ സോണിയാഗാന്ധിയാണ് പാർലമെന്ററി പാർട്ടി നേതാവ്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ രാഹുൽ വഹിച്ച സ്തുത്യർഹമായ പങ്കിനെ CWC പ്രശംസിച്ചു. ഭരണഘടനയെ സംരക്ഷിക്കാനായി ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും നടത്തിയ പോരാട്ടത്തെ ഇന്ന് ചേർന്ന പ്രവർത്തക സമിതി യോഗം പ്രശംസിച്ചു. തിരിച്ചുവരവിനായി കോൺഗ്രസിനെ പിന്തുണച്ചതിനും യോഗം നന്ദി അറിയിച്ചു. ന്യൂനപക്ഷങ്ങളുടെ അവകാശ സംരക്ഷണത്തിനും ജനാധിപത്യം സംരക്ഷിക്കാനും പാർട്ടി വ്യക്തമായ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹ്യ സംവിധാനങ്ങൾ രൂപീകരിക്കുമെന്നും യോഗത്തിനു ശേഷം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. രാജ്യത്തുടനീളം ഉടനടി സാമൂഹ്യ, സാമ്പത്തിക കണക്കെടുപ്പ് നടത്താനും രാജ്യത്തെ കർഷകരെയും യുവാക്കളെയും ബാധിക്കുന്ന സാമൂഹ്യ പ്രതിസന്ധികളിൽ തീരുമാനമുണ്ടാക്കാനും പാർട്ടി സമ്മർദ്ദം ചെലുത്തുമെന്നും വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കണമെന്നതാണ് CWCയുടെ ആഗ്രഹമെന്ന് യോഗത്തിനു ശേഷം കോൺഗ്രസ് MP കുമാരി സെൽജിയും പ്രമോദ് തിവാരിയും പറഞ്ഞു. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും ശശി തരൂരുമടക്കം നിരവധി നേതാക്കൾ ഇതിനോടകം ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു. 140 കോടി ജനങ്ങളുടെ ആവശ്യമാണ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകുകയെന്ന് രേവന്ത് റെഡ്ഡി പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയാണ് മാൻ ഓഫ് ദ മാച്ച് എന്നും അദ്ദേഹം പ്രതിപക്ഷ നേതാവാകണമെന്നും ശശി തരൂരും അഭിപ്രായപ്പെട്ടു. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയും ഭാരത് ജോഡോ ന്യായ് യാത്രയും ചരിത്രപരമായ വഴിത്തിരിവുകളായിരുന്നു. അദ്ദേഹത്തിന്റെ ചിന്തയും വ്യക്തിത്വവും യാത്രകളിൽ പ്രതിഫലിച്ചു. ലക്ഷക്കണക്കിന് പ്രവർത്തകരിലും കോടിക്കണക്കിന് വോട്ടർമാരിലും ഇത് വിശ്വാസം വളർത്തി. യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ, തൊഴിലാളികൾ, ദളിതർ, ആദിവാസികൾ, OBCക്കാർ തുടങ്ങി എല്ലാ ന്യൂനപക്ഷങ്ങളുടെയും ആശങ്കകൾ സസൂക്ഷ്മം ശ്രദ്ധിച്ച രാഹുൽ ഗാന്ധിയുടെ യാത്രകളാണ് പഞ്ച് ന്യായ് 25 ഗ്യാരണ്ടി പദ്ധതിക്ക് കാരണമായതെന്നും ഇത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതായും CWC പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടി. അതേസമയം റായ്ബറേലിയിലാണോ വയനാട്ടിലാണോ രാഹുൽ തുടരുക എന്ന കാര്യത്തിൽ 2-3 ദിവസത്തിനുള്ളിൽ തീരുമാനമുണ്ടാകുമെന്നും KC വേണുഗോപാൽ അറിയിച്ചു. രാഹുൽ ദേശീയ നേതാവായതിനാൽ ഉത്തരേന്ത്യയിൽ തന്നെ തുടരണമെന്നതാണ് ഭൂരിപക്ഷം നേതാക്കളുടെയും ആവശ്യം. MPമാരുടെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട് ഈ മാസം 17-ന് പാർലമെന്റിൽ ചേരുന്ന കോൺഗ്രസ് യോഗത്തിന് മുന്നോടിയായി ഇക്കാര്യങ്ങൾ അന്തിമ തീരുമാനമുണ്ടാകുമെന്നും KC വേണുഗോപാൽ വ്യക്തമാക്കി. റായ്ബറേലിയിൽ 3.90 ലക്ഷം വോട്ടിനും വയനാട്ടിൽ 3.6 ലക്ഷം വോട്ടിനുമാണ് രാഹുൽ ജയിച്ചത്. റായ്ബറേലിയുമായി ഗാന്ധി കുടുംബത്തിന് വർഷങ്ങളായുള്ള ബന്ധം കൂടി കണക്കിലെടുത്താണ് തീരുമാനം. 2019-ൽ UPയിൽ കോൺഗ്രസ് ജയിച്ച ഏക ലോക്സഭാ സീറ്റ് കൂടിയാണ് റായ്ബറേലി. അത് പാർട്ടിയുടെ അഭിമാന സീറ്റെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. 2 സീറ്റിലും വിജയിച്ച രാഹുൽ ഏത് തിരഞ്ഞെടുക്കണം എന്ന ആശയക്കുഴപ്പത്തിലായിരുന്നു. 2 മണ്ഡലത്തിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനാർത്ഥി ഫലമറിഞ്ഞ് 14 ദിവസത്തിനകം ഒരെണ്ണത്തിൽ ഒഴിയണം. അങ്ങനെ ചെയ്യാതിരുന്നാൽ 2 സീറ്റും ഒഴിഞ്ഞതായി കണക്കാക്കപ്പെടും. അതിനിടെ രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ചുവെന്ന് CPI നേതാവും വയനാട്ടിലെ ഇടത് സ്ഥാനാർത്ഥിയുമായിരുന്ന ആനി രാജ കുറ്റപ്പെടുത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന വിവരം വയനാട്ടിലെ ജനങ്ങളോട് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ രാഹുൽ ഗാന്ധി പറയാതിരുന്നത് തെറ്റാണെന്നും ആനി രാജ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിലേറ്റ തോൽവി പാർട്ടി വിലയിരുത്തുന്നുള്ളൂ എന്നും അവർ പറഞ്ഞു. രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് പിന്മാറിയത് രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് ചേരാത്ത നടപടിയാണെന്നും അവർ വിമർശിച്ചു. രാഷ്ട്രീയമായ അനീതിയാണത്. വയനാട്ടിൽ വീണ്ടും മത്സരിക്കുമോ എന്നത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. ഭരണഘടന അനുശാസിക്കുന്നതിനാൽ രാഹുൽ ഗാന്ധി 2 മണ്ഡലങ്ങളിൽ മത്സരിച്ചതിൽ തെറ്റില്ല. മുൻകൂട്ടി വയനാട്ടിലെ ജനങ്ങളോട് പറയാത്തത് മാത്രമാണ് തെറ്റെന്നും അവർ വിശദീകരിച്ചു.